വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അർബോവൈറ്റി. ഇറ്റ്സ് മീ ഗൈസ്. നമ്മളാണ് ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ഫ്രീ ഫയർ ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്ന് ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ഇന്ന് വീഡിയോയിലോട്ട് പോകാൻ പോവുകയാണ്. ഗൈസ്, നമ്മൾ വേണ്ട വീഡിയോയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ക്രിയേറ്ററുകളുടെ. അപ്പോൾ ഇതിൻ്റെ ബെർമൂഡാന്നാണ് പറയുന്നത്. നമ്മൾ വേണ്ട ഒരുത്തിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ് കണ്ട ഒരുത്തനെ പിന്നെ അടിച്ചിട്ടുണ്ട്. അവനെ നോക്ക് ചെയ്തിട്ടതേ ഉള്ളു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെന്നടിക്കണമെന്ന് സംശയമുണ്ട്. ഇവിടുന്ന് അടിച്ച് അവനവിടെ ഹെഡ് അടിച്ചിട്ടു. വേറെ ഒരുത്തിനൂടെ ഉണ്ട്, അവനവിടെ അടിച്ചിട്ടു. പിന്നെ നോക്കാണ് ചെയ്തത്. ഇനി നമുക്ക് ഇറങ്ങണം. ഗൈസ്, നമ്മളാണ്ട് ഈ പെറ്റ് പാന്തർ വന്നിട്ടുണ്ട്. ഗൈസ് നടന്നാണ് നമ്മൾ ഡി ജെ അലോക്കിൻ്റെ എബിലിറ്റി ഇട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ അടിച്ചാൽ നമ്മുടെ റീകവർ ആയിരിക്കും ഹെൽത്ത് പറഞ്ഞ് ഒരുത്തിന് അടിച്ച് അവൻ അടിച്ചവനെ അടിച്ചിട്ടുണ്ട്. നമ്മൾ അഞ്ച് ബുള്ളറ്റേ ഉള്ളു ഗൈസ്. അതിനകത്ത് ഇനിയും റീലോഡായിട്ടുണ്ട്. നമ്മൾ വേറെ ഗണ്ണെടുത്തു, അതിനെ റീലോഡാക്കി. ഗൈസ് നമ്മളാണെങ്കിൽ വേണ്ട പുറകിലത്തെ ലൂട്ട് ഒക്കെ ചെയ്തു. ഗൈസ് ഇനിയും നമ്മളാണെങ്കിൽ ലൂട്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേറെ കളിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളാണ്ട് ഈ വീടിൻ്റെ മേലോട്ട് കയറാം ഗൈസ്. ഇന്ന് സ്റ്റെപ്പ് വേണമല്ലേ മേലോട്ട് കയറുമ്പോൾ ഒരു പരിപാടി ഉണ്ട്. നമ്മൾ എനിമി അടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ വേറെമാർ നമ്മൾ അടിച്ച പണിയാണ്. അവനെ അടിച്ച് നോക്കാക്കി തോണ്ട പറഞ്ഞ് തീർന്നില്ല, അപ്പോഴത്തേക്ക് അടിച്ച്. ഗൈസ് ഇതെന്തോ നമുക്ക് ഇച്ചിരി കുഴപ്പമില്ല. നമുക്ക് ഡീലൊക്കെ വിളിച്ചിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് മറ്റേ വീട്ടിലോട്ട് നോക്കാക്കണം, അവനെ അടിക്കണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവനെ ഫിനിഷ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അവൻ ടീംമേറ്റ് വെച്ചാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ പെടും. നമ്മൾ സോളോ ആണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് എളുപ്പം അടിച്ചില്ലെങ്കിൽ ആണ് ഐസ്. അങ്ങോട്ട് കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. എവിടെ നിന്നൊക്കെ നമുക്ക് അങ്ങോട്ട് അടിക്കാൻ പറ്റത്തില്ല. വെറുതെ ഞാൻ വെടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതുകൊണ്ട് ഒരുത്തൻ വരുന്നു, അവനെ അടിച്ചിടാം ഗൈസ്. ഇത്ര ബോട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇവിടുത്തെ അടിച്ച് ഗൈസ്. നമ്മളിപ്പോൾ ഗ്രനേഡ് വലിച്ചെറിയാം. എന്താണെന്ന് വെച്ചാൽ അവൻ ചിലപ്പം കയറാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ 2 ഗ്രനേഡാണ് വലിച്ചെറിഞ്ഞത്. നോക്കായി. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് അവിടെ ഒരുത്തൻ ബാക്കിൽ നിന്ന് അടിച്ച് നമ്മളെ. നമുക്ക് വേണ്ട സീനില്ല, നമ്മുടെ കൈ ഡി ജെ മറ്റാണ് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഡി ജെ അലോക്കിൻ്റെ എബിലിറ്റി യൂസ് ചെയ്ത് നമ്മളവനെ അടിച്ചിട്ട് ലൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് ശതമാനമുണ്ട്. സ്കോഡ് കളിച്ചാൽ നമ്മുടെ ടീം തന്നെ നമ്മുടെ സ്കില്ലെടുത്തുകൊണ്ട് പോകും. നോക്കി കിട്ടുമ്പോൾ അതിനേക്കാളും നല്ലതാണ് സോളോ കളിക്കുന്നത്. നമ്മൾ തന്നെ കില്ലെടുക്കും, നമ്മൾ തന്നെ കില്ലെടുക്കും. അതാണ് ഇച്ചിരി ബെറ്റർ ദാൻ സ്കോഡ് കളിക്കാനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഡെഡ് ആയാലും റിവൈവ് ചെയ്യാൻ ആൾക്കാർ കാണും. സോളോ ആണെങ്കിൽ ഡെഡ് ആയെന്ന് വെച്ചാൽ അവിടെ വെച്ച് കളി നിർത്തുക തീരും. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ സൈഡിൽ ലൂട്ട് ബോക്സ് എടുക്കണം ഗൈസ്. ആരോ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ലൂട്ട് മതി, അത്രേ ഉള്ളു. ഒറ്റ മൈൻഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട്, ഈ വീട്ടിനകത്തോട്ട് കയറി. ഇനി ഇത് വെച്ച് എന്തോ കാണിക്കാനാണെന്ന് നമുക്ക് ഇനി ഗൈസ് കുറേ കൊല്ലാനുണ്ട്. നമുക്ക് 7 കില്ലായിട്ടേ ഉള്ളു. മിനിമം ഒരു 10 കില്ല് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാർഗറ്റ് എത്രയാണ് ഗൈസ്. ഞാൻ ടാർഗറ്റ് വെച്ച് കളിക്കും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കിൽ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ 10 ആയിരുന്നു. ചിലപ്പം 10 ആയിട്ട് നമുക്ക് 10 കളിക്കാൻ പറ്റാതെ പോവും ഗൈസ്. നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചാലഞ്ച് വേണമെങ്കിൽ നമ്മൾ കളിക്കും ഗൈസ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം. നമുക്ക് അടുത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കൂടെ ചിലപ്പം കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ കളിക്കുന്നവരാണെങ്കിൽ UID ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കൂ. നമ്മളത് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങളിത് കണ്ടു ഗൈസ്. ഇതാണ് എല്ലാവർക്കും പറ്റുന്നത് ഗൈസ്. നമ്മൾ നേരെ എനിമി നിൽക്കുന്ന സ്ഥലത്തോട്ടം കയറിയും കൊടുക്കും. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഓപ്പൺ ഏരിയ നിൽക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഗൈസ്, ഒരു കല്ല് വല്ലതും ഉണ്ടെങ്കിൽ കല്ലിൻ്റെ പുറകിൽ നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ ചിലന്മാരൊക്കെ ഉണ്ട് ഓപ്പൺ ഏരിയ കിടന്ന് ഓടും ഗൈസ്. അപ്പോൾ കല്ലിൻ്റെ പുറകിൽ വല്ലതും നിൽക്കുകയാണ് ഗൈസ്.
ഓടുന്നവന്മാരെ അടിച്ചിടാൻ നമുക്ക് സിമ്പിളാണ്. നമ്മളെ അടിക്കാൻ ചാൻസസ് കുറവാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കവറെടുത്ത് നിൽക്കുവാണ്. പിന്നെ ഓപ്പൺ ഏരിയ ഓടിക്കൊണ്ടിരിക്കുന്നവന്മാരാണെങ്കിൽ കവറെടുത്ത് ഇരിക്കത്തില്ല, കവറെടുക്കാൻ സമയം കാണത്തില്ല. എന്താണെന്ന് വെച്ചാൽ ചിലമാരുടെ ഈ ഗ്ലൂവാൾ കാണത്തില്ല, ചിലമാരുടെ ഗ്ലൂവാൾ കാണും എന്നിട്ട് പോലും അത് ഇടത്തില്ല. എന്നാൽ പോലും ചിലതൊക്കെ അവന്മാരിടും. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയാം ഗൈസ്. ബട്ട് അവനാണെങ്കിൽ ഇതെന്തുവാ ഗ്ലൂ വാൾ ഇടുന്ന പോലെ കാണിക്കും, അത് കഴിഞ്ഞിട്ട് ഗ്ലൂ വാൾ ഇടത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ വേണ്ട ഒരു എത്ര ടവറാണ് ഇത്, നമ്മളൊരു ടവറിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഗൈസ്, അവർക്ക് കവറെടുത്ത് നിന്നായിരുന്നു, അവന് അടിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ബാന് വെച്ച് അടിക്കും ഗൈസ്. താരമണ്ണാന്നല്ലേ പൊട്ടി എനിമിയുടെ തോണ്ടായിരുന്നു ഗൈസ്. അവനെ അടിക്കണം, അവനടിച്ചാൽ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യുന്ന എവിടെ പോയി തോണ്ടെടുത്തില്ല, അവിടെ എനിമി ഉണ്ടെന്ന് അതുകൊണ്ടായിരുന്നു പറഞ്ഞ് തീർന്നില്ല. അവനെ അടിച്ചേക്കുന്നു. ഏതാ ഓണ്ടെടുത്താൻ പറ്റും, ഇങ്ങോട്ട് തന്നെയാണല്ലോ. കേരടി എത്ര ഉള്ളു. അങ്ങോട്ട് 2 ഗ്രാനേഡ് എറിയുവാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. അങ്ങോട്ട് മാറിപ്പോയെന്ന് തോന്നുന്നു. ഗായ്സ് അവൻ ഓടി പേടിച്ച് അവനെ പേടിച്ചോടിയോണ്ടോ അവനടിച്ചിട്ടല്ലേ, ഞാനങ്ങ് ഓർത്തില്ലേ. അവനല്ലേ വേറെ ഒരുത്തനാന്ന് വിചാരിച്ചു. ബട്ട് അവൻ തന്നെ ആയിരുന്നെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അവനാണോ എന്ന്. എന്തായാലും നമ്മൾ കണ്ട കില്ലെടുത്തു, നമ്മൾ ലൂട്ട് എടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ സോളോ കളിക്കുകയാണെങ്കിൽ ചോദിച്ചോടെ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അപ്പോൾ സോളോ കളിക്കുമ്പോഴും എന്തുവാ നമ്മുടെ ജയിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളേതാണ്ട് പാനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഇല്ല, കട്ടാനൊക്കെ എടുത്ത് മാറ്റി പാൻ തന്നെ പിടിക്കും. അങ്ങനത്തെ കട്ടാന ഗൈസ് സാമുറായൊക്കെ ഓടത്തില്ല ഗൈസ്, ഒരു ടൈപ്പിങ്ങിനും എന്തുവാ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടൊക്കെ അതുപോലെയൊക്കെ ഓടുന്നത്, അത് പറ്റത്തില്ല. നമുക്ക് നേരെ തന്നെ ഓടണം. എന്നിട്ട് നമുക്ക് എന്തുവാ പാൻ എടുത്ത് വേണം ജസ്റ്റ് നമ്മൾ ചെറിയ ടിപ്പ് വരികയാണെങ്കിൽ ലൂട്ട് ബോക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങിയിട്ട് ലൂട്ട് ബോക്സ് എടുക്കാൻ നോക്കാം. 2 എനിമി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുത്തിൻ്റെ അപ്പോൾ ഒരുത്തിൻ്റെ ഫിനിഷ് ചെയ്യണം കൈസ. എന്താണെന്ന് വെച്ചാൽ അവനെ ഈ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട് കാറിലൊക്കെ കയറി അങ്ങ് ഓടുന്നു. എന്തോ എനിമീസിനൊക്കെ കാറിലെന്തോ പ്രശ്നമാണ് കൈസ്. ഉണ്ടേ കാലെനിമി അടിക്കും, അടുത്ത വന്നടിക്കും. നമ്മുടെ HP അവൻ കുറച്ചിട്ടുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു, അതാണ് പ്രശ്നം. അതാണ് അടുത്തത് എന്ത് ഇത് നമ്മുടെ HP ഇച്ചിരിയുള്ളൂ, ഇത്രയേ ഉള്ളു. അപ്പം നമ്മൾ അത്രയേ ഉള്ളെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ നമ്മുടെ ജേർണി. നമ്മളൊരു മെഡിക്കിറ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ മെഡിക്കിറ്റ് നമ്മുടെ ഇല്ല ഗൈസ്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ മെഡിക്കിറ്റ് വെച്ചിട്ട് നമുക്ക് ഫുള്ളാക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഗൈസ് ഇപ്പോൾ നമ്മുടെ ഇല്ലല്ലോ. പിന്നെ നമ്മളെന്തോ ചെയ്യാനാണ് കാരണം അവിടെ എനിമി ഉണ്ട്, എന്നാലും വരുന്നുള്ളൂ. ഈ സോണ് വന്ന് ഇത്ര പെട്ടെന്നാവുന്നേ. നമ്മൾ അടിച്ചിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ എവിടെ നിന്നൊക്കെ ആടി വരുന്നത്. അവനെ ഫിനിഷ് ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ പോയേക്കാം. ഇതൊക്കെ തോണ്ടേ അടിച്ചിട്ട് കേസ്. അപ്പോൾ കൈസ് നമ്മളങ്ങ് തോറ്റായിരുന്നു. ആ കളി അങ്ങ് തോറ്റു. ബട്ട് നമുക്ക് പ്ലസ് കിട്ടി, നമ്മൾ ഡയമണ്ട് 2 ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പീസ് ഔട്ട്.